വെൽക്കം ടു ബുദ്ധിസ്റ്റിക്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചാർട്ടർ സ്കൂളിൻ്റെയും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെയും അടുത്തായിട്ട് താമരച്ചാൽ എന്ന് പറയുന്ന ലൊക്കേഷനിൽ റീസെൻ്റ്ലി പണി കഴിപ്പിച്ചിട്ടുള്ള 2 വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അതിലെ ഫസ്റ്റ് വീടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 2 വീടുകളും 5 സെൻറ്റിൽ 4 ബെഡ്റൂമുകളും 1 സ്റ്റഡി റൂമോടും കൂടിയാണ് തീർത്തിട്ടുള്ളത്. നമുക്കിന്ന് ആദ്യത്തെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വൈറ്റ് കളറിൽ ഒരു ബോക്സി എലിവേഷനോട് കൂടിയാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. 3.3 മീറ്ററാണ് ഇവിടെ ഇൻറ്റേർണൽ റോഡ് വരുന്നത്. കോമ്പൗണ്ട് വാൾ വളരെ സിമ്പിളായി ലൈറ്റുകളൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 6 മീറ്ററിലധികമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 12 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഞാനിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ പടിഞ്ഞാറ് സൈഡിലാണ് ഉള്ളത്. 6.5 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുകയാണ്. ഇവിടെയായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വടക്കു ഭാഗത്താണുള്ളത്. 10 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. വലിയൊരു SUV വാഹനം തന്നെ നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് കിച്ചൺ വന്നിരിക്കുന്നത്. ഈ ഒരു ഏരിയയാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ആയിട്ട് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. 3 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. 3.5 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഇവിടെയായിട്ട് നൽകിയിരിക്കുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5.5 അടിയിലേറെ നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. തേക്കിൻ തടിയിലാണ് ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത്. ഫ്രെയിം ആഞ്ഞിലിയിലും ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ലിവിംഗ് സ്പേസ് വരുന്നത്. 14.5 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഗ്ലോസി ടൈല് നൽകി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ വീടിന് വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഉള്ളത്. വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ വീട് പ്രീമിയം ആൻഡ് സ്പേഷ്യസ് ഫീലിംഗ് ആണ് നമുക്ക് നൽകുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. ലിവിംഗ് സ്പേസ് പോലെ തന്നെ ഡൈനിങ് സ്പേസും വളരെ സ്പേഷ്യസ് ആണ്. 15 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഇവിടെയായി സ്റ്റെയറിൻ്റെ താഴ്ഭാഗം ക്ലോസ് ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൽ ഒരു TV യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഈ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ റൂം അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ടാണ് ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്.
സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഈ ഒരു സ്പേസ് ഡൈനിങ് സ്പേസിനുള്ളതാണ്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു വീടിന് വിൻഡോകളും വിൻഡോ ഫ്രെയിംസും ഡോറുകളും എല്ലാം തന്നെ വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ കോമൺ ടോയ്ലറ്റ് വരുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചണിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 10.5 അടി നീളവും 8 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ആഞ്ഞിലിയുടെ ഫ്രെയിമും മഹാഗണിയുടെ ഡോറുമാണ് ഇവിടെ എല്ലാ റൂമുകൾക്കും നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വളരെ ഭംഗിയായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഗ്ലോസി ടൈൽ നൽകിയിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിന് വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും ഒരു 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പോർഷനിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് ഒരു വാഷ് ബേസിനും മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഗ്ലോസി ടൈൽ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇത് സൗത്ത് സൈഡാണ്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇത് ഈസ്റ്റ് സൈഡ്. ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകൾ നൽകി സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ്. ഇവിടെയും വാഷ് ബേസും മിററും എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ടഫ് ആൻഡ് ഗ്ലാസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായി ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. കൂടുതൽ നാച്ചുറൽ ലൈറ്റ് ലഭിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ വരുന്നത് 9.5 അടിയോളം വീതിയുള്ള ഈ ഒരു സ്പേസിലേക്കാണ്. ഇവിടെയായിട്ട് ഒരു ഓഫീസ് ടേബിൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. 14.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു അപ്പർ ലിവിങ് വരുന്നത്. ഇത് വെസ്റ്റ് സൈഡാണ്. ഇത് നോർത്ത് സൈഡും. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു അപ്പർ ലിവിങ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു പവർ യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ടേബിളും സ്റ്റോറേജ് സ്പേസും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു പാസേജിൽ നിന്ന് നമ്മൾ പോകുന്നത് അപ്പർ ലിവിങ്ങിലേക്കാണ്. അപ്പർ ലിവിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിങ്ങിൻ്റെ അവിടെയായിട്ട് 2 പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയും പവർ പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ TV യൂണിറ്റും സ്റ്റഡി ടേബിളും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി റൂം വരുന്നത്. ഇത്
മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇത് വെസ്റ്റ് സൈഡിലാണ്. വെസ്റ്റ് സൈഡിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും ഒരു 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും വാഷ് ബേസിനും മിററും എല്ലാം നൽകി സെറയുടെ ഫിറ്റിംഗ്സോട് കൂടിയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 14 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇത് സൗത്ത് സൈഡും ഇത് ഈസ്റ്റ് സൈഡുമാണ്. സൗത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂം ഹീറ്ററിനുള്ള പോയിന്റും വാഷ് ബേസിനും മിററും എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമിലേക്ക് വരാം. 10 അടിയിലേറെ നീളവും 8 അടി വീതിയുമാണ് ഈ ഒരു റൂമിന് ഉള്ളത്. ഇത് നോർത്ത് സൈഡാണ്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു റൂം നമുക്ക് സ്റ്റഡി റൂമോ ഗസ്റ്റ് റൂമോ ആക്കി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ബാൽക്കണിയിലേക്ക് വരാം. ഇവിടെയായിട്ട് സ്ക്വയർ ട്യൂബിൽ ചെയ്ത ഒരു വർക്ക് കാണാം. ഇവിടെയായിട്ട് 2 പില്ലറുകളാണ് വന്നിരിക്കുന്നത്. 2 പില്ലറുകളും ക്ലാഡിംഗ് ടൈല് കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 16 അടി നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ബാൽക്കണിയുടെ ടോപ്പ് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, സെൻറ് മേരീസ് പബ്ലിക് സ്കൂളിലേക്ക് 750 മീറ്റർ, ചാർട്ടേഡ് ആൻഡ് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 1.4 കിലോമീറ്റർ, കിഴക്കമ്പലത്തേക്ക് 1.8 കിലോമീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 2.3 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 8 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 9.3 കിലോമീറ്റർ, ഹിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 10 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 12 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, കലൂർ സ്റ്റേഡിയത്തിലേക്ക് 18 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 5 സെൻറ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമുമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 77 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.